ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരനെ പാർട്ടിക്കാർ തന്നെ ചതിച്ചുവെന്ന് കെപിസിസി ഉപസമിതിയുടെ റിപ്പോർട്ട്. ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, അനിൽ അക്കര, എം.പി. വിൻസെന്റ് എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞാണ് റിപ്പോർട്ടിൽ പരാമർശം. ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായിട്ടും തൃശൂരിൽ കെ മുരളീധരന്റെ കനത്ത പരാജയത്തിന് വഴിവെച്ചതിൽ സിറ്റിംഗ് MP ആയിരുന്ന ടി.എൻ. പ്രതാപൻ, DCC അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂർ, M.P. വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാണ് ഉപസമിതി അന്വേഷണത്തിലെ കണ്ടെത്തൽ. മുരളീധരൻ ചതിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് സിറ്റിംഗ് MP ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിലൂടെ സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. വടകര MP ആയിരുന്ന കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള അപ്രതീക്ഷിതമായ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തൃശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ജോസ് വള്ളൂർ, അനിൽ അക്കര തുടങ്ങിയ നേതാക്കൾക്കെതിരായ KPCC ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ DCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറന്നേക്കുമെന്നാണ് സൂചന. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ കണ്ടെത്തുക എന്നതാകും നേതൃത്വത്തിന് മുമ്പിലെ ഇനിയുള്ള വെല്ലുവിളി. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിട്ടും മുകേഷ് MLA-യുടെ രാജി ആവശ്യം ശക്തമാക്കാതെ പ്രതിപക്ഷം. മുകേഷ് രാജിവെക്കണോ എന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അത് അവർ മുകേഷ് തീരുമാനിക്കട്ടെ, അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ കുറ്റപത്രമാണ്. അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം രാജിവെക്കണോ വേണ്ടേ. മുകേഷ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെന്നും P. സതീദേവി പറഞ്ഞു. കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ്. ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടുന്നത്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനെ പുകഴ്ത്തിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിമർശിച്ചും യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. കോൺഗ്രസിനെയും BJP-യെയും വിമർശിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈഴവർക്ക് പരിഗണന നൽകുന്നതിൽ തമ്മിൽ ഭേദം CPM ആണെന്നും പറയുന്നു. കോൺഗ്രസിലും BJP-യിലും ഈഴവർക്ക് അവഗണനയാണ്. കോൺഗ്രസ് ഈഴവരെ വെട്ടിനിരത്തുന്നു. നിലവിലുള്ളത് K. ബാബു എന്ന ഒരു MLA മാത്രമാണെന്നും KPCC അധ്യക്ഷന് പോലും രക്ഷയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. BJP-യിലും കാര്യം മഹാകഷ്ടമാണ്. കസേരയ്ക്ക് പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നേതാക്കന്മാർ സമുദായത്തെ ഓർക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം CPM-നെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത് നേതാക്കളെ വളർത്തിയെടുക്കാൻ പാർട്ടിക്കായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്ന വെള്ളാപ്പള്ളി അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർ കളങ്കമുണ്ടാക്കും വിധമാണ് പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി പിണറായി സർക്കാർ ഒട്ടേറെ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ നിഷ്പ്രഭമാക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ചെയ്യുന്നത്. അതിലൂടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും കളങ്കമുണ്ടാക്കുകയാണ്. പാർട്ടി നേതാക്കളും അണികളും വരെ ദുരനുഭവങ്ങളുടെ ഇരകളാണ്. അതേസമയം പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലെ ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭരണ പ്രതിപക്ഷ പോരിന് വേദിയായി കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. കലാരാജുവിനെതിരെയുള്ള അക്രമത്തിലും കൌൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കിയതിലും UDF കൊണ്ടുവന്ന അടിയന്തര പ്രമേയം തള്ളി. കലാരാജുവും പ്രതിപക്ഷത്തിനൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന് ചെയർപേഴ്സൺ നിർദ്ദേശിച്ചു. ഏറ്റുമാനൂർ തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് മരിച്ചു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
രാത്രി 1 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ തട്ടുകടയിലാണ് സംഘർഷമുണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാം പ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. ഇതിൽ ഇടപെടുമ്പോഴാണ് അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞത്. ജിബിന്റെ അടിയേറ്റ് നിലത്ത് വീണ ശ്യാമിന്റെ നെഞ്ചിൽ പലതവണ ചവിട്ടി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. തൊട്ടുപിന്നാലെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് പെട്രോളിംഗ് സംഘം ജിബിനെ ഓടിച്ചിട്ട് പിടികൂടി. ഇയാളെ പിടികൂടി മടങ്ങിയെത്തുമ്പോഴാണ് ശ്യാമിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അച്ഛനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പെരുമ്പായിക്കാട് സ്വദേശിയായ ജിബിൻ ജോർജ്. മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടുക്കി മൂലമറ്റത്ത് പായയിൽ പൊതിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. മേലുകാവ് സ്വദേശി സാജൻ സാമുവലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാവിലെയാണ് മൂലമറ്റം തേക്കിൻകൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലുകാവ് സ്വദേശി സാജൻ സാമുവലാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിൽ നിന്ന് ഇടതുകൈ വെട്ടിയെടുത്തിരുന്നു. ശരീരത്തിൽ നിറയെ മുറിവുകളും ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റം സ്വദേശികളായ 7 അംഗ സംഘമെന്നാണ് സൂചന. ഇതിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ 30 രാത്രി 10ഓടെ എരുമാപ്രയിൽ നിന്ന് കേടായ പന്നി മാംസമെന്ന് പറഞ്ഞ് പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കിയത്. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം പിതാവിനോട് പറഞ്ഞു. പിതാവ് കാഞ്ഞാർ SI ബൈജു പി ബാബുവിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻവൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ കൊലക്കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെതിരെ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇവർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിലും വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയതിലും ശ്രീധുവിന് പുറത്തുനിന്ന് സഹായം കിട്ടിയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ശ്രീധുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റിലാക്കി റിമാൻഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുള്ള ശ്രീധുവിന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് മനസ്സിലാക്കിയത്. തട്ടിപ്പിന് സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറി. കുറ്റകൃത്യത്തിൽ ശ്രീധു ഒറ്റയ്ക്കല്ലെന്ന നിഗമനത്തിൽ പോലീസ് നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനവും പോലീസ് കണ്ടെത്തി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സഹായികളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പരാതിക്കാരനായ ഷിജുവിനെ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് തയ്യാറാക്കിയത്. 10 പേരാണ് ശ്രീധുവിനെതിരെ പരാതി നൽകിയത്. അതേസമയം ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. സാമ്പത്തിക കുറ്റകൃത്യത്തിന് റിമാൻഡിലുള്ള ശ്രീധുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമ്മയുടെ മരണത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം പരിശോധന തുടരുകയാണ്. ഇൻക്വസ്റ്റിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജി പറഞ്ഞു. മകന്റെ പരാതിയിലാണ് ഈ നടപടികൾ. പ്രത്യക്ഷത്തിൽ നമുക്ക് പറയത്തക്ക രീതിയിലൊന്നും ഇല്ല. അല്ല, അത് മകന്റെ പരാതിയാണ്. അപ്പം മകൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അല്ല, അതിനകത്ത് ഒരു മാല ഗോൾഡ് അല്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഇയാള് സംശയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളത് പറഞ്ഞതുകൊണ്ട് പ്രകടിപ്പിച്ചതുകൊണ്ട് പോലീസ് അങ്ങനെ ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, അസ്വാഭാവികമായി ഒന്നും ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ മകന് തോന്നിയ ഒരു സംശയം എന്ന നിലയിലാണോ പോലീസ് ഇപ്പോൾ ഇതിനെ കാണുന്നത്? ഇൻക്വസ്റ്റിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞത് പ്രാഥമിക വിവരം മാത്രമാണ്. അതിലൊക്കെ പ്രശ്നമുള്ളത് ഇൻക്വസ്റ്റ് പറയുമ്പോൾ 17 ദിവസം പഴക്കമുള്ള ബോഡിയാണ്. അതിൽ ഇൻക്വസ്റ്റിൽ അത്ര കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവസാനിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം വീണ്ടും സംസ്കരിക്കുകയാണ്. അതായത് നേരത്തെ കഴിഞ്ഞ മാസം 18-ാം തീയതി ആചാരപ്രകാരമായ വിശ്വാസ
അനുസരിച്ചുള്ള ക്രൈസ്തവ വിശ്വാസപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ഇത് മൃതദേഹം അടക്കം ചെയ്തത്. അതിൽ നിന്നാണ് ഇപ്പോൾ പുറത്തെടുത്ത് വീണ്ടും പരിശോധനയും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തിയത്. വീണ്ടും ഈ ചടങ്ങുകൾ നടക്കുകയാണ്, സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്, ഈ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ തന്നെ നടക്കുകയാണ്. അതിനുശേഷം ആകും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഇനി ലഭ്യമാകാനിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാത്രമാണ് എന്താണ് യഥാർത്ഥ കാരണമെന്നതിൽ ഒരു വ്യക്തത വരുന്നത്. പ്രാഥമിക നിഗമനമാണ് പോലീസിന്റെ. ഇത് കാര്യമായ ഒരു ക്ഷതമൊന്നും ഈ ഇൻക്വസ്റ്റ് പരിശോധന കണ്ടെത്താനായില്ല. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടത് 17 ദിവസം പഴക്കമുള്ള ജീർണിച്ച മൃതദേഹാവശിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതാനും ഇപ്പോൾ അകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം നൽകിയിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ പകർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇത്രയും സമയം ഇവിടെ അകത്തേക്ക് ആളെ കയറ്റിവിടാതെ ഉള്ള ഒരു പോലീസ് ബന്ദോബസ്ത്, പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലായിരുന്നു ഇവിടെ നിർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായ ശേഷം ഇപ്പോൾ അകത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ പകർത്താൻ മാധ്യമങ്ങൾക്ക് അനുമതി നൽകുകയാണ്. അരുണാണ് വിവരങ്ങൾ നൽകിയത്. ധനുവച്ചപുരത്താണ് ഈ സംഭവം. മഞ്ചേരി എളങ്കൂറിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത്. ശാരീരികമായും മാനസികമായും ഭർത്താവ് പ്രബിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നു. പ്രബിനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. പുറമേക്ക് മാന്യനായിരുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന പ്രബിന്റെ മറ്റൊരു മുഖമാണ് വിഷ്ണുജയുടെ മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണുജയെ പ്രബിൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്നുപോലും പ്രബിൻ നിരീക്ഷിച്ചിരുന്നു, പരിശോധിച്ചിരുന്നു. വിഷ്ണുജയുടെ സുഹൃത്ത് തുറന്നു പറയുന്നു. അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഭർത്തൃപീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പോലീസിന്റെ അന്വേഷണം. പ്രബിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും. ന്യൂസ് 18 മലപ്പുറം. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. 2 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. നാളെയും മറ്റന്നാളും ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തും. ജനരോഷം കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത്. നാടിനെ നടുക്കിയ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ അടുത്ത ദിവസങ്ങളിൽ തെളിവെടുപ്പിനെത്തിക്കാനാണ് പോലീസ് നീക്കം. കൊലപാതകം നടന്ന സ്ഥലം, പ്രതിയുടെ വീട്, പ്രതി ഒളിച്ചുകഴിഞ്ഞ സ്ഥലം തുടങ്ങിയ ഇടങ്ങളിൽ എത്തിച്ചാകും തെളിവെടുപ്പ്. പ്രതിയെ എത്തിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയൊരുക്കാനാണ് പോലീസ് തീരുമാനം. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞു. 500ഓളം പോലീസിനെ പോത്തുണ്ടി തിരുവമ്പാടത്ത് വിന്യസിക്കും. അതേസമയം പ്രതി ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. പോത്തുണ്ടി സ്വദേശികളായ രഞ്ജിത്ത്, ഷിബു എന്നിവരാണ് പിടിയിലായത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച കണ്ടാലറിയാവുന്ന 14 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം തുടങ്ങി. മിഹിറിന്റെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും തെളിവെടുപ്പിനായി എറണാകുളത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ അധികൃതരും തെളിവെടുപ്പിൽ ഹാജരായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാജഹാനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. മെഹറിന്റെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സ്കൂൾ അധികൃതർക്ക് സംഭവത്തിലുള്ള വിശദീകരണം തേടിയത്. അതേസമയം മിഹിർ 3 മാസം മുമ്പ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ അന്വേഷണ വിധേയമായി സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. മിഹിറിന്റെ മരണം സഹപാഠികളുടെ റാഗിംഗിൽ മനം നൊന്താണെന്ന് ആരോപിച്ച് കുടുംബം പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുന്നത്. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 10 അംഗ അന്വേഷണ സംഘവും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതരെ ഇവർ ചോദ്യം ചെയ്തിരുന്നു. മിഹിറിനുണ്ടായ ദുരവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്നും മരണത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ചു.
കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് മിഹിർ ആത്മഹത്യ ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കുറുപ്പമ്പടി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം പാറമ്പുഴ സ്വദേശിനി അനീറ്റ ബിനോയിയാണ് മരിച്ചത്. 3-ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ്. ഹോസ്റ്റൽ മുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് രാവിലെ 7 മണിയോടെ മൃതദേഹം കണ്ടത്. കുറുപ്പമ്പടി പോലീസ് അന്വേഷണം തുടങ്ങി. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ കോൺഗ്രസും CPM-ഉം വിമർശനം കടുപ്പിക്കുമ്പോഴും പ്രതികരിക്കാതെ BJP സംസ്ഥാന നേതൃത്വം. കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ സുരേഷ് ഗോപിക്ക് അർഹതയില്ലെന്നും അപക്വമായ പ്രസ്താവനയെന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. എന്നാൽ പരാമർശം വളച്ചൊടിച്ചെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വിവാദ പ്രസ്താവന പിൻവലിച്ചെങ്കിലും നാനാകോണിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ വിമർശനമുയരുകയാണ്. കേന്ദ്രമന്ത്രി പദത്തിലിരുന്ന് പറയാൻ കഴിയുന്ന വാക്കുകളായിരുന്നില്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദളിത് വിഭാഗത്തെ ആക്ഷേപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ദളിത് വിഭാഗത്തിനെ ഏൽപ്പിച്ച മുറിവ് ഒരു ഖേദപ്രകടനം കൊണ്ട് മാത്രം തീരുന്നില്ലെന്നും രാജവാഴ്ചക്കാലത്ത് മന്ത്രിയാകേണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്നും വി ശിവൻകുട്ടി വിമർശിച്ചു. സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഒരു അധമ സംസ്കാരത്തിൽ നിന്ന് വന്നതാണെന്ന് കെ രാജൻ പറഞ്ഞു. ഉന്നത കുലജാതരായ ആളുകൾ ഇതൊരു അധമമായ സംസ്കാരം മനസ്സിലുള്ളത് കൊണ്ട് ഉയർന്ന വാക്കുകളും പ്രവൃത്തികളുമാണ്. സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപക്വമെന്ന് VD സതീശനും പ്രതികരിച്ചു. ഉന്നത കുലജാതൻ ട്രൈബൽ അഫയേഴ്സിന്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? വിവാദ പരാമർശം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI MP P സന്തോഷ് കുമാർ നോട്ടീസ് നൽകി. ശേഷം പാർലമെന്റിന് മുന്നിൽ ഇടത് MPമാർ ധർണ നടത്തി. എന്നാൽ വേർതിരിവ് മാറ്റണമെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. നല്ല ഉദ്ദേശത്തോടെ രാവിലെ പറഞ്ഞ തന്റെ പരാമർശം വളച്ചൊടിച്ചു. വാക്കുകൾ വന്നത് ഹൃദയത്തിൽ നിന്നാണ്. മുഴുവൻ ഭാഗവും കൊടുത്തതുമില്ല. തന്റെ പാർട്ടിയാണ് ഗോത്രവിഭാഗത്തിൽ നിന്നൊരാളെ രാഷ്ട്രപതിയാക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം പരാമർശം വലിയ വിവാദമായിട്ടും BJP സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഡൽഹിയിൽ പ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ട്. ഒരു മാസത്തിനടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് വൈകിട്ട് സമാപനമാകും. അവസാന മണിക്കൂറുകളിൽ വോട്ട് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി അതീഷിക്കായി അരവിന്ദ് കെജ്രിവാൾ ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോ നടത്തും. ജംഗ്പുരയിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അവസാന ദിവസവും കടുത്ത വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. രാഗേഷ്, ഈ അവസാന ദിവസം 3 പാർട്ടികളും ഏത് രീതിയിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ, ഏതായാലും പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പരമാവധി ആളുകളെ കാണുക എന്ന ലക്ഷ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ റോഡ് ഷോ നടത്തിക്കൊണ്ടും ഒപ്പം തന്നെ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിനാണ്. രാവിലെ ജംഗ്പുരയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം. അവിടെ വീടുകൾ കയറിയും മാർക്കറ്റുകളിലും മറ്റും പ്രിയങ്ക ഗാന്ധി പ്രചാരണം നടത്തി. അരവിന്ദ് കെജ്രിവാൾ രാവിലെ വാർത്താ സമ്മേളനത്തിൽ വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്റെ നിലപാട് കേജ്രിവാൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് രാജീവ് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കേജ്രിവാളിന്റെ വിമർശനം. കാരണം കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരെ ആക്രമണമുണ്ടായി, BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായി. പക്ഷേ നടപടിയെടുക്കാൻ കമ്മീഷൻ തയ്യാറായില്ല. അപ്പോൾ കമ്മീഷൻ ഇപ്പോൾ നിലവിലുണ്ടോ അത് അപ്രസക്തമാക്കുന്ന തരത്തിലാണ് രാജീവ് കുമാറിന്റെ പ്രവർത്തനം. അടുത്ത മാസം അദ്ദേഹം വിരമിക്കുന്നു. ഏത് പദവിയാണ്, ഗവർണർ സ്ഥാനമാണോ ലക്ഷ്യമെന്നടക്കമുള്ള രൂക്ഷ വിമർശനം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കേജ്രിവാൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൽക്കാജിയിലാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി അതിഷിയാണ് മത്സരിക്കുന്നത്. ശക്തമായ മത്സരം അവിടെ അതിഷി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ അൽക്കാലാംബ, BJP നിന്ന് രമേശ് ബിദൂടി തുടങ്ങിയവർ മത്സരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ കേജ്രിവാൾ ഈ അവസാന ദിവസത്തിൽ അവസാന മണിക്കൂറിൽ കൽക്കാജിയിലാണ് കേന്ദ്രീകരിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് ന്യൂഡൽഹിയൊക്കെ തന്നെ ഇത്തവണ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ഈസി വാക്ക് ഓവർ കേജ്രിവാളിനില്ല. ഏതായാലും ന്യൂഡൽഹിയിലെ പർവേഷ് വർമ്മയും ഒപ്പം സന്ദീപ് ദീക്ഷിത്തുമൊക്കെ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് ശക്തമായി ഏതായാലും നിലവിലുണ്ട്. ഏതായാലും വലിയ വിവാദങ്ങളിലൂടെ ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നുപോയി. അഴിമതി ആരോപണങ്ങളായിരുന്നു ആദ്യമെങ്കിലും ഏറ്റവും ഒടുവിൽ
യമുനയും MLA-മാരുടെ രാജിയും ഒക്കെ തന്നെ ചർച്ചയായി. ഒടുവിൽ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവ് അത് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് BJP പറയുന്നത്. ഏതായാലും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു മേധാവിത്വം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ അവസാന മണിക്കൂറുകളിലെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബജറ്റിലെ പരാമർശങ്ങളൊക്കെ തന്നെ അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്. ശരി, രാജേഷാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് സമ്മേളനത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. കുംഭമേളയിലെ ദുരന്തം, കേന്ദ്രമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ച വിഷയം, സുരേഷ് ഗോപിയുടെ ദളിത് വിരുദ്ധ പ്രസ്താവന തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ലോക്സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ തുടരും. 3 ദിവസങ്ങളിലായി തളിപ്പറമ്പിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് MV ജയരാജനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. MV നികേഷ് കുമാർ, K അനുശ്രീ എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. പുതുതായി 9 പേരാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉള്ളത്. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 355 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് തുടരുമെന്നാണ് സൂചന. ബ്രൂവറി വിഷയത്തിൽ മന്ത്രി MB രാജേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം ക്ഷണിക്കുന്നതിന് മുൻപ് IOC അനുമതി നൽകിയിട്ടില്ലെന്നും മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്നും VD സതീശൻ പറഞ്ഞു. അപേക്ഷ നൽകി അന്ന് തന്നെ അതിന് വാട്ടർ അതോറിറ്റി അനുമതി നൽകിയത് എങ്ങനെയാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എക്സൈസ് മന്ത്രി ഇക്കാര്യം ചെയ്തതെന്നും VD സതീശൻ ആരോപിച്ചു. ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് മന്ത്രി ഉയർത്തിയ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ, ഒരു ഡിസ്റ്റിലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണ് ഇത് അറിഞ്ഞത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ്. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവരിത് സ്ഥാപിക്കുന്നതെന്നാണ് 16/6/2023 വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത്. കേരളത്തിലെ മദ്യനിർമ്മാണ എത്തനോൾ പ്ലാന്റും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും കേരളത്തിൽ നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുമെന്നുള്ള മദ്യനയം സംസ്ഥാന ഗവൺമെന്റിന്റെ മാറുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പനിയായിട്ടുള്ള ഡീൽ ഉറപ്പിച്ചത്. ബ്രൂവറി വിഷയത്തിൽ CPM-നെതിരെ കടുത്ത വിമർശനവുമായി PV അൻവർ. മുഖ്യമന്ത്രിയും സർക്കാരും കൊള്ളസംഘമായി മാറിയെന്നും മനുഷ്യരെ വെല്ലുവിളിച്ച് അഴിമതി നടത്തുകയാണെന്നും അൻവർ ആരോപിച്ചു. മദ്യനയം മുന്നണിക്കുള്ളിൽ പോലും ചർച്ച ചെയ്യാത്ത അവസ്ഥയാണുള്ളത്. CPI-യുടെ ശബ്ദത്തിന് പോലും വിലയില്ലെന്നും ഘടകകക്ഷികൾ പിണറായിസത്തോട് വിധേയപ്പെട്ടു പോയെന്നുമാണ് അൻവറിന്റെ വിമർശനം. 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ. പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിലാണ് ടോൾ ഈടാക്കുക. ഇതേക്കുറിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി അംഗീകരിച്ചു. നിയമ ധനമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വിഷയം വൈകാതെ മന്ത്രിസഭയുടെ പരിഗണനയിലെത്തും. വയനാട് അമരക്കുനിയിൽ നിന്ന് പിടിയിലായ കടുവയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പുറപ്പെട്ട സംഘം ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിയത്. 8 വയസ്സുള്ള പെൺകടുവയാണ്. യാത്രയുടെ ഇടവേളകളിൽ കടുവയുടെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. പുതുശ്ശേരിയിൽ നിന്ന് പിടികൂടിയ കടുവയെയും തിരുവനന്തപുരത്തേക്ക് മാറ്റും. മൃഗശാലയ്ക്ക് ഇന്ന് അവധി ദിനമാണ്. കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ യുവതിക്ക് ഗുരുതര പരിക്ക്. ഇന്നലെ രാത്രി 11:30യോടെയാണ് സംഭവം നടന്നത്. സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയായ യുവതിക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ലോഡ്ജ് ഉടമയടക്കമുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് സംഭവം. അടുത്തിടെ മാമ്പറ്റിയിൽ തുടങ്ങിയ ലോഡ്ജിലെ ജീവനക്കാരിക്ക് നേരെയാണ് അതിക്രമം. 3 മാസമായി ഇവർ ലോഡ്ജിൽ ജോലിക്ക് കയറിയിട്ട്. ഇന്നലെ രാത്രി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ 3 പേരെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈ സമയം പ്രാണരക്ഷാർത്ഥം ഓടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നുമാണ് യുവതിയുടെ മൊഴി. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
ലോഡ്ജ് ഉടമയും 2 ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് മൊഴി. ലോഡ്ജ് ഉടമ മമ്പറ്റ സ്വദേശി ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവർ ഒളിവിലാണ്. മറ്റ് 2 യുവതികൾ കൂടി ലോഡ്ജിൽ ജോലി ചെയ്യുന്നുണ്ട്. സംഭവ ദിവസം ഇവർ അവധിയായിരുന്നു. ആക്രമണത്തിനിരയായ 29-കാരി കണ്ണൂർ സ്വദേശിനിയാണ്. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ന്യൂസ് 18 കോഴിക്കോട്. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 41 പൈസ ഇടിഞ്ഞ് 87 രൂപ 2 പൈസയായി. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും പിന്നാലെ യൂറോപ്യൻ യൂണിയനെതിരെയും നികുതി ചുമത്താനൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയോട് കാട്ടുന്നത് തെറ്റായ സമീപനമാണെന്നാണ് ട്രംപിന്റെ വാദം. തുറന്ന യുദ്ധത്തിനാണ് അമേരിക്കയുടെ പുറപ്പാടെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സമവായത്തിലൂടെ നികുതി യുദ്ധം ഒഴിവായേക്കുമെന്നുമാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട്. നേരത്തെ 2024 ഡിസംബറിൽ യൂറോപ്യൻ യൂണിയനെതിരെ ട്രംപ് രംഗത്തെത്തിയിരുന്നു. അമേരിക്കൻ എണ്ണയും വാതകവും വാങ്ങിയില്ലെങ്കിൽ കനത്ത നികുതി ചുമത്തുമെന്നായിരുന്നു ഭീഷണി. 2018 യൂറോപ്യൻ സ്റ്റീലിനും അലുമിനിയം കയറ്റുമതിക്കും ട്രംപ് അധിക നികുതി ചുമത്തിയിരുന്നു. അമേരിക്കൻ മോട്ടോർ സൈക്കിളുകൾക്കും വിസ്കിക്കും നികുതി ചുമത്തിയാണ് യൂറോപ്യൻ യൂണിയൻ അന്ന് തിരിച്ചടിച്ചത്. ഗാസയിലെ വെടിനിർത്തലിന്റെ 2ാം ഘട്ടം ഇന്നു മുതൽ തുടങ്ങും. ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി. ട്രംപുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ്. 2ാം തവണത്തെ സ്ഥാനാരോഹണത്തിനു ശേഷം പ്രസിഡന്റ് ട്രംപ് ഒരു വിദേശ രാഷ്ട്രത്തലവനുമായി നടത്തുന്ന ആദ്യത്തെ സുപ്രധാന കൂടിക്കാഴ്ചയാണിത്. അമേരിക്കയിലേക്ക് വിമാനം കയറുന്നതിന് മുൻപ് ബെന്യാമിൻ നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കി. ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിന്റെ ശക്തിയുടെ തെളിവാണിത്. ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തമായ സൗഹൃദം കൂടി അടിവരയിടുന്നതാണ് സന്ദർശനം. ഗസയിലെ യുദ്ധത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ബന്ധം വഷളായിരുന്നു. വാഷിംഗ്ടണുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രധാന ദൗത്യം. പ്രസിഡന്റ് ട്രംപുമായി അടുത്ത് പ്രവർത്തിക്കുന്നതിലൂടെ മധ്യേഷ്യയുടെ മാറ്റവും പുനർനിർമ്മാണവും സാധ്യമാകുമെന്ന് നെതന്യാഹു പറയുന്നു. ഗസ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാ അർത്ഥത്തിലും നിർണായകമാണ്. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെ കാണും. തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളെക്കുറിച്ചുള്ള വിഷയവും ചർച്ചകളിൽ ഇടം പിടിക്കും. ഈ ആഴ്ച ഖത്തർ പ്രധാനമന്ത്രിയുമായും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായും വിറ്റ്കോഫ് സംസാരിക്കും. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നെതന്യാഹു സമാധാന ചർച്ചകൾക്ക് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.